മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. തെരുവുനായ ആക്രമണത്തിൽ പ്രധാനമന്ത്രിക്കും മൃഗസംരക്ഷണ വകുപ്പിനും കത്ത് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ. വിശദാംശങ്ങളുമായി മധു ചേരുകയാണ്. മധു, നമുക്കറിയാം കണ്ണൂരിൽ മുഴപ്പിലങ്ങാടിലടക്കം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു 3ാം ക്ലാസ്സുകാരിയായിരുന്നു തെരുവുനായ ആക്രമിച്ചത്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കേരള വിഷൻ ന്യൂസും പുറത്തുവിട്ടിരുന്നു. വളരെ ഭയാനകമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക്. എന്തൊക്കെയാണ് മധു വിശദാംശങ്ങൾ? കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഭദ്ര, തെരുവുനായുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യജീവനുകൾ സംരക്ഷിക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പ്രധാനമന്ത്രിക്കും കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിക്കും കത്തയച്ചിരിക്കുന്നത്. ABC നിയമത്തിൽ ഭേദഗതി വേണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. മാത്രമല്ല, പേവിഷബാധ സംശയിക്കുന്നതും അക്രമകാരികളുമായ തെരുവുനായ്ക്കളെ കൊല്ലാൻ അനുവാദം നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പി ദിവ്യ കത്തിലൂടെ പ്രധാനമന്ത്രിയോടും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയോടും ആവശ്യപ്പെടുകയാണ്. അതിനിടെ തെരുവുനായ ശല്യത്തിനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി നാളെ പരിഗണിച്ചേക്കും. അക്രമകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാൻ നിയമപോരാട്ടം തന്നെ തുടരാനാണ് ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവുനായ്ക്കൾ കുട്ടികൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന വീഡിയോ ദൃശ്യങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. അങ്ങനെ ഏത് അറ്റം വരെ പോയും അനുകൂലമായൊരു വിധി കോടതിയിൽ നിന്നും നേടിയെടുക്കുക എന്നതാണ് ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം. അതിനിടെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു പ്രക്ഷോഭ പരിപാടികൾക്ക് CPM ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ജൂൺ 22 വ്യാഴാഴ്ച കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ അറിയിച്ചു. 30-ന് നിഹാലിന്റെ തെരുവുനായ ആക്രമണത്തിൽ മരണപ്പെട്ട നിഹാലിന്റെ നാടായ മുഴപ്പിലങ്ങാട് ബഹുജന സംഗമം സംഘടിപ്പിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുള്ളതായും MV ജയരാജൻ പറഞ്ഞു. തെരുവുനായ ശല്യത്തിനെതിരെ നിയമ ചട്ടക്കൂടിനിൽ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇത്തരം ക്യാമ്പയിൻ കൊണ്ടും സമരപരിപാടികൾ കൊണ്ടും CPM ഉദ്ദേശിക്കുന്നത്. ഭദ്ര. ശരി, വ്യക്തമാണ് മധു. തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയുമായി കണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിക്കും കത്തയച്ചിരിക്കുന്നത്. ABC നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. അതേസമയം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തെമ്പാടും തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മധു.